ഹായ്, വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളിങ്ങനെ ഫോണിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഉണ്ടാവും പെട്ടെന്നുണ്ടാവും വോളിയം പെട്ടെന്ന് ലോവർ ആവുന്നു, ഒന്ന് ഡൗൺ ആവുന്നു. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വന്ന പോലെ. പിന്നെയും നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പിന്നെയും വോളിയം ഡൗൺ ആവുന്നു. ഇത് നമുക്ക് വല്ലാതെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഇതാണ്. നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകും. നമുക്കിത് ഒഴിവാക്കാൻ എന്താണ് ഒരു മാർഗ്ഗമുള്ളത്? ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞ് വേറെ ഒന്നിലേക്ക് പോവാണ്. ഇത് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ഞാൻ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഹോം പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാണ്. ആദ്യം ആഡ് കാണിക്കുന്നുണ്ട്, വീഡിയോ പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു തടസ്സവും ഇല്ലാതെ നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇവിടെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ബീപ്പ് സൗണ്ട് വരുന്നു, സൗണ്ട് ലോവർ ആവുന്നു, താഴ്ന്നു പോകുന്നുണ്ട്. ഞാനിപ്പോൾ വാട്സപ്പിൽ നിന്ന് ഞാൻ മറ്റൊരു ഫോണിലെ വാട്സപ്പിൽ ഇതിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വോളിയം ഡൗൺ ആയി പോകുന്നത്. ഇങ്ങനെ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വോയിസ് ഡൗൺ ആയി പോകുന്നത് ഒഴിവാക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഫോക്കസ് എന്നാണ്. അതായത് FOCUS എന്നാണ്. സ്പെല്ലിംഗ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. FOCUS, ഫോക്കസ് മോഡ് എന്നുള്ളതെന്ന് ഫോക്കസ് ടൈപ്പ് ചെയ്താൽ തന്നെ വരും. ഇത് ഓപ്പോ ആണ്. മറ്റുള്ള ഫോണുകളിൽ എങ്ങനെയാണെന്നുള്ളതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഫോക്കസ് മോഡെന്ന് വരുന്നുണ്ട്. ഈ ഫോക്കസ് മോഡൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് മറ്റുള്ള ആപ്പുകളിൽ നിന്നും എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതൊന്ന് വഴി ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. താൽക്കാലികമാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ യൂട്യൂബ് കാണിക്കുന്നുണ്ട്, വാട്സപ്പ് കാണിക്കുന്നുണ്ട്, പല ആപ്ലിക്കേഷൻസ്. ഏതൊന്നുള്ള ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം വാട്സപ്പ് ഒന്ന് ഞാൻ എന്ത് ചെയ്ത ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മേലെ കാണിക്കേണ്ട ഡിസ്ട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾ, തടസ്സപ്പെടുന്ന സാധനങ്ങൾ നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ട് ഇവിടെ ടേൺ ഓൺ കൊടുക്കുകയാണ്. ടേൺ ഓൺ കൊടുക്കുന്ന സമയത്ത് ഒരു പോപ്പപ്പ് വിൻഡോ മേലെ വരുന്നുണ്ട്. അതും എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈമിനെന്ന് ചോദിക്കുന്നുണ്ട്. 5 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ് വരെ നമുക്കതിൽ മാക്സിമം ടൈം പറയുന്നുണ്ട്. ഞാൻ 30 മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണിക്കേണ്ട റെസ്യൂം 3:11 കാണിക്കുന്നത്. ഇനി 3:11 വരെ നമുക്ക് ധൈര്യമായിട്ട് വീഡിയോ കാണാം. യാതൊരു തടസ്സവും അതിൽ ഉണ്ടാവില്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം. ഞാൻ വാട്സപ്പിൽ ഒരു 3 മെസ്സേജ് ഞാൻ പിന്നെ അയക്കുകയാണ്. ലൈവായിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വല്ല തടസ്സമായിട്ട് സൗണ്ട് കുറഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. ഞാൻ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്, നോക്കി നോക്കാം. ഒരു നോട്ടിഫിക്കേഷൻ ബീപ്പ് സൗണ്ടും കേൾക്കുന്നില്ല, അതുപോലെ തന്നെ വോയിസും ഡൗൺ ആയി പോകുന്നില്ല. ഇത് എന്തുകൊണ്ടാണ്? ഈ സെറ്റിംഗ്സിൽ നമ്മൾ ഡിസ്ട്രാക്ട് മോഡ് വാട്സപ്പ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ്. ഇപ്പം ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. വാട്സപ്പിൽ ഞാൻ ഒരു 3-4 തവണ ഞാൻ ഹായ് അയച്ചിട്ടുണ്ട് ഇവിടേക്ക്. പക്ഷേ ആ സമയത്തൊന്നും എന്തായിട്ടില്ല, ലോവർ ആയിട്ടില്ല, ഡൗൺ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പ് ഇവിടെ എന്താണ്, ഇന്നാക്റ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. കണ്ടില്ലേ, വാട്സപ്പ് ഇവിടെ ഇന്നാക്റ്റീവ് ആയിട്ട് കിടക്കുകയാണ്. ഇത് എത്രത്തോളം ഉണ്ടാവും? ഏകദേശം 30 മിനിറ്റോളം ഇന്നാക്റ്റീവ് ആയിട്ട് തന്നെ ഇവിടെ കിടക്കും. ഈ വാട്സപ്പ് വഴി ഞാൻ ഇതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പോലും നമ്മുടെ വോയിസ് എന്താവുന്നില്ല, ലോവറായിട്ട് കുറഞ്ഞു വരികയോ അല്ലെങ്കിൽ ബീപ്പ് സൗണ്ട് ഒന്നും കേൾക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വാട്സപ്പിൽ ഞാൻ അയച്ച മെസ്സേജുകളാണ് ഈ കാണുന്നത് മുഴുവൻ. മുകളിൽ ആദ്യം ഈ സെറ്റിങ്സ് ഫോക്കസ് മോഡ് ഓൺ ചെയ്യുന്നതിന് മുൻപ് അയച്ച സമയത്ത് വോയിസ് ലോവർ ആയിരുന്നു. അതിനുശേഷം ഞാൻ അയച്ച മെസ്സേജുകളാണ് ഇതൊക്കെ വരുന്നത്. അതിലൊന്നും എന്തായിട്ടില്ല, വോയിസ് ലോവർ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വല്ല ബുദ്ധിമുട്ടും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇതുപോലെ സെറ്റിങ്സിൽ കയറിയിട്ട് ഫോക്കസ് മോഡ് ഓൺ ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ ഒന്ന് എനേബിളും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്നും മെസ്സേജുകൾ വന്നിട്ട് വോയിസ് ലോവർ ആവുകയോ അല്ലെങ്കിൽ ഡൗൺ ആവുകയോ ചെയ്യില്ല. ഇനി നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ഡിസ്ട്രാക്ട് മോഡ് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് നോക്കൂ. പിന്നീട് വീഡിയോ കാണുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മുടെ വോളിയം ലോവർ ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയില്ല. ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.